ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു 38 ഇഞ്ച് ബോഡി മെഷർമെൻ്റ് ഉള്ള ഒരു ബ്ലൗസിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കണ്ടോ, നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് നമ്മുടെ സ്ലീവിൻ്റെ തുണിയെ ഇതുപോലെ മടക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ കറക്റ്റായി മടക്കിയെടുക്കുന്നു. ഇനി നമ്മൾ ആദ്യം മുകളിൽ ഒരു നേരെ ഒരു ലൈൻ കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുക്കുക. ഈ ഒരു മാർക്കിംഗ് വരുന്നത് നമ്മുടെ സ്ലീവിൻ്റെ ഷോൾഡർ ഭാഗം വരുന്ന ഭാഗമാണ് ഈ ഒരു മാർക്കിംഗ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത്, ബ്ലൗസിൻ്റെ കൈയുടെ നീളം മാർക്ക് ചെയ്യുകയാണ്. നമ്മുടെ കൈയുടെ നീളം 9 ഇഞ്ചാണ്. നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ നീളം 9 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു 1/2 ഇഞ്ച് കൂട്ടി 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. കണ്ടോ, 9.5 ഇഞ്ച്. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ മുകളിലെത്തി നമ്മുടെ ഷോൾഡർ വശത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു തുണിക്ക് വേണ്ടിയാണ് ഈ ഒരു 1/2 ഇഞ്ച് വിട്ടിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമുക്ക് 9.5 ഇഞ്ച്, 9 ഇഞ്ചാണ് കൈയുടെ താവ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 9.5 ഇഞ്ച്. കണ്ടോ, ഇവിടെയും മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ രണ്ട് മാർക്കുകളെയും ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ, ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മുടെ ലൈനിങ് ബ്ലൗസാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്താൽ മതി. കാരണം നമ്മുടെ ലൈനിങ് ബ്ലൗസിൻ്റെ ലൈനിങ്ങും നമ്മുടെ ബ്ലൗസ് പീസും കൂട്ടി സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു തുണിക്ക് വേണ്ടിയുള്ള 1/2 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. കണ്ടോ, ഇതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു മാർക്കിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ കറക്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ താവ് ഹെമ്മിങ് ചെയ്യുന്ന നമ്മുടെ കൈ തുന്നൊക്കെ തുന്നിക്കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന ബ്ലൗസാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ആദ്യം മാർക്കിൽ ആ ഒരു മാർക്കിൽ നിന്ന് നമുക്കൊരു 1.25 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ നമുക്ക് വിടാവുന്നതാണ്. നമുക്കിത് മടക്കി ഹെമ്മിങ് ചെയ്യുവാനുള്ളതാണ്. അതുകൊണ്ട് നമുക്കിതങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഇവിടെ റഗാൾ ഭാഗത്ത് വരുന്ന കൈയുടെ ലൂസാണ് നമ്മൾ മാർക്ക് ചെയ്യാറ്. നമ്മൾ ആരുടെയും ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോഴോ ബ്ലൗസിൽ നിന്ന് അളവെടുക്കുമ്പോഴോ നമ്മുടെ റഗാളിൻ്റെ അളവ് നമ്മൾ എടുക്കാറില്ല. നമ്മളത് ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തുന്നതാണ്. നമ്മുടെ ചെസ്റ്റ് അളവ് 38 ഇഞ്ചാണ്. അപ്പോൾ 38 ഇഞ്ചിൽ നിന്ന് നമ്മൾ 2 ഇഞ്ചാണ് കുറക്കുന്നത്. അപ്പോൾ നമുക്ക് 36 ഇഞ്ച് കിട്ടും. 36ൻ്റെ 4/1 ഭാഗം 9 ഇഞ്ച്. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടുക. അപ്പോൾ നമുക്ക് 9.25 ഇഞ്ച് കിട്ടും. അപ്പോൾ ആ 9.25 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. കേട്ടോ, 9.25 ഇഞ്ച് കറക്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള 36 ഇഞ്ച് ബ്ലൗസിൻ്റെ സ്ലീവ് കട്ടിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ നിന്ന് നമ്മൾ 2 ഇഞ്ചാണ്, നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്ന് 2 ഇഞ്ചാണ് കുറച്ചത്. അപ്പോൾ നമ്മൾ അതിനുശേഷം ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുന്നു. ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മളുണ്ടോ, ഈ ഒരു കോർണറിൽ നിന്ന് നമ്മളൊരു 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. കണ്ടോ, 3.5 ഇഞ്ച്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ടേപ്പിനെ ക്രോസിൽ പിടിക്കുക. കണ്ടോ, ഇതുപോലെയാണ് ക്രോസിൽ പിടിക്കുന്നത്. ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ കറക്റ്റ് 3.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം കണ്ടോ, ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ട്, കണ്ടോ, ഇത് നല്ല കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ ആ ഒരു രണ്ടാമത് മാർക്ക് ചെയ്ത ആ ഒരു 3.5 ഇഞ്ചിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ, ഇനി നമ്മുടെ കൈയുടെ താവിലുള്ള ലൂസ് നമുക്ക് 12.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 6.25 ഇഞ്ചാണ് വരിക. അപ്പോൾ നമ്മൾ ആ ഒരു 6.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കണ്ടോ, നമ്മുടെ കൈയുടെ നീളം മാർക്ക് ചെയ്തിട്ടുള്ള ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. കേട്ടോ, 6.25 പ്ലസ് ഒരു 1.25 ഇഞ്ച് കൂടി എക്സ്ട്രാ തുന്നി കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ 1.25 ഇഞ്ച്. ഇനി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ലേ, കണ്ടോ, ഈ ഒരു 9.25 മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് നമ്മളൊരു 1.25 ഇഞ്ച് കണ്ടോ ഇവിടെയും മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് കണ്ടോ നമ്മൾ ഇതുപോലെ അല്പം ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ, അല്പം ഷേപ്പ് ചെയ്തുകൊണ്ട് വരയണം. നേരെ വരയാൻ പാടില്ല. കണ്ടോ, നേരെ വരയുന്ന സമയത്ത് കണ്ടോ ഇതുപോലെയാണ് വരിക. ഇതുപോലെ വരുമ്പോൾ കണ്ടോ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു പോയിന്റ് നമുക്ക് ലൂസ് അധികമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു മസിൽ ഭാഗം അല്പം ലൂസായി കിടക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അല്പം ഷേപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വരഞ്ഞെടുക്കേണ്ടത്. കൂടുതൽ ഷേപ്പ് ചെയ്യാൻ പാടില്ല, ടൈറ്റ് അനുഭവപ്പെടും. അല്പം ചെറിയൊരു ഷേപ്പ് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ ലൈനിങ് ബ്ലൗസ് ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ലൈനിങ്ങിലാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതുപോലെ നേരെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നേരെ കട്ട് ചെയ്തെടുക്കാം. എന്നാൽ നമ്മൾ ഹെമ്മിങ് ചെയ്തതാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ അല്പം ക്രോസ് ചെയ്തുകൊണ്ട് കണ്ടോ ഇതുപോലെ പുറത്തേക്ക് വരഞ്ഞുകൊണ്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ.
അതെന്തിനാണെന്ന് നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. എന്തിനാണ് നമ്മൾ ഈ ഒരു അല്പം ക്രോസ് പുറത്തേക്ക് വരഞ്ഞതെന്ന്. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഈ ഒരു അളവ് നമ്മൾ ചെസ്റ്റിൽ നിന്ന് കണ്ടെത്തിയതാണെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നിങ്ങൾക്കത് നമ്മുടെ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാകും ഇതിൻ്റെ കൈയൊക്കെ എങ്ങനെയാണ് നമ്മളത് കറക്റ്റ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് ആ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇത് മനസ്സിലാകും. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കേട്ടോ, നമ്മൾ ഇവിടെ നിന്നാണ് കട്ടിങ് തുടങ്ങുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുന്നു. കേട്ടോ, ഇവിടെ നിന്ന് ഇതുപോലെ ക്രോസ് കട്ട് ചെയ്തിട്ടില്ല ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കേട്ടോ, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കേട്ടോ, ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് കണ്ടോ നമ്മൾ ആ ഷേപ്പിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ബ്ലൗസിൻ്റെ ഈ ഒരു സ്ലീവ് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ വരുന്ന പീസ് അത് നമ്മുടെ ബ്ലൗസ് കട്ടിങ്ങിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇവിടെയൊക്കെ മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, നമ്മൾ ഇതെന്തിനാണ് ഈ ഒരു ക്രോസ് പുറത്തേക്ക് വെച്ചത്? നമ്മൾ ഇതുപോലെയാണല്ലോ നമ്മുടെ ഹെമ്മിങ് ചെയ്യുവാൻ വേണ്ടി മടക്കി ഇതുപോലെയാണോ വെക്കുക. അപ്പോൾ കണ്ടോ, ഈ ഒരു ഭാഗത്തുണ്ടോ നമുക്കത് കറക്റ്റായി കിട്ടുന്നത്. കണ്ടോ, നമ്മൾ ആ ക്രോസിൽ കട്ട് ചെയ്തത് കൊണ്ട് തന്നെ നമുക്കത് കറക്റ്റായി കിട്ടും. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ നേരെയാണ് കട്ട് ചെയ്തതെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടോ ഇതുപോലെ നേരെയാണ് നമ്മൾ കട്ട് ചെയ്തത്, ആ ഒരു തുന്നത്തിന് നമുക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നേരെ കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കണ്ടോ ഇങ്ങനെ മടക്കി ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മടക്കി വെക്കുന്ന സമയത്ത് കണ്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് പീസ് ഉണ്ടാവില്ല. കണ്ടോ, അപ്പോൾ വൃത്തി ഉണ്ടാവില്ല തയ്ച്ചു കഴിഞ്ഞാൽ. അതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കണ്ടോ നമുക്ക് കറക്റ്റായി കിട്ടുവാൻ വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ അല്പം പുറത്തേക്ക് ക്രോസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ സ്ലീവിനെ ഇതുപോലെ മറിച്ചിടുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് ഒരു 1.25, ഇവിടെ നിന്നും ഒരു 1.25 മാർക്ക് ചെയ്യുക. ഇനി ഈ ഒരു 1.25 മാർക്ക് ചെയ്തിട്ടില്ല ഈ ഒരു മാർക്കിൽ നിന്ന് മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല ആ ഒരു മാർക്കിലേക്ക് കണ്ടോ നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കല്ല, നമ്മൾ സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ല ആ ഒരു മാർക്കിലേക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ടുകൊണ്ട് മാർക്ക് ചെയ്തുകൊണ്ട് കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. കണ്ടോ, നമ്മളത് ഇവിടെ വരെ നമ്മൾ ആ ഒരു മാർക്കിംഗ് വരെ മാത്രമേ ചെയ്യുന്നുള്ളൂ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്. കണ്ടോ, നമ്മളിത് ബാക്ക് വശമാണ്, ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണ്. കണ്ടോ, ഫ്രണ്ട് വശത്താണ് നമ്മളിങ്ങനെ ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ കറക്റ്റ് ഇതുപോലെ വെക്കുന്നു. എന്നിട്ട് നമ്മുടെ ബാക്ക് ഭാഗത്ത് നിന്ന് അല്പം നമ്മുടെ ബ്ലൗസിൻ്റെ കൈയുടെ ബാക്ക് ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ഇവിടെ നിന്ന് അല്പം കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, അപ്പോൾ നമ്മുടെ സ്ലീവ് കണ്ടോ നമ്മുടെ നല്ല ഷേപ്പോട് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു 38 ഇഞ്ചുള്ള ചെസ്റ്റ് അളവിലുള്ള ബ്ലൗസും 36 ഇഞ്ചുള്ള ബ്ലൗസും സ്ലീവിൽ കട്ട് ചെയ്യുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഇതിന് മുന്നേ ഇട്ട 36 ഇഞ്ചിൻ്റെ ബ്ലൗസ് വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.